ഫാർമസി യോഗ്യതയിലൂടെ ഡിഗ്രി നേടിയവരാണോ നിങ്ങൾ? എങ്കിൽ കേരള സംസ്ഥാന സർക്കാരിന് കീഴിൽ ഒരു സുവർണാവസരം നിങ്ങളെ കാത്തിരിക്കുന്നു. ഫാർമസിസ്റ്റ് പോസ്റ്റുകളിലേക്ക് കേരള PSC നടത്തുന്ന ഏറ്റവും കിടിലം എൻട്രി ലെവൽ പോസ്റ്റാണ് അനലിസ്റ്റ് ഗ്രേഡ് 3. നിങ്ങൾ അറിഞ്ഞോ? അനലിസ്റ്റ് ഗ്രേഡ് 3 എക്സാമിന് വേണ്ടിയിട്ടുള്ള കേരള PSC നോട്ടിഫിക്കേഷൻ വന്നെത്തിയിരിക്കുന്നു. വെൽക്കം യു ഓൾ ടു അനദർ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഓഫ് എഡ്യൂസ് അക്കാഡമി. എഡ്യൂസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഏവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പോസ്റ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അവസരമാണിത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ അറിയാനായി ബെൽ ഐക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. അനലിസ്റ്റ് ഗ്രേഡ് 3, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫാർമസി യോഗ്യതയായിട്ടുള്ള അല്ലെങ്കിൽ ബി ഫാം അല്ലെങ്കിൽ ഫാം ഡി കഴിഞ്ഞവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച എൻട്രി ലെവൽ പോസ്റ്റ് ആണ് PSC ഇപ്പോൾ നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് വിളിച്ചിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ 75,000 രൂപയോളം സാലറി നിങ്ങൾക്ക് കിട്ടുന്നത്. ബേസ് പേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ബേസ് പേ നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല. ബേസ് പേ നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല. ഏതാണ്ട് 55,200 രൂപ സ്കെയിലിൽ ബേസ് പേ സ്റ്റാർട്ട് ചെയ്യുന്നു. 1,15,300 രൂപയാണ് ഹയസ്റ്റ് പേ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. അപ്പോ ബേസ് പേ ഒക്കെ ഒപ്പം നിങ്ങൾക്ക് കയ്യിൽ കിട്ടുക തുടക്കത്തിൽ തന്നെ 75,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി. ഈ പോസ്റ്റ് ഒരു വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ്. ഒരു സുവർണാവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വീണ്ടും ഞാൻ പറയുന്നു ഒരു സുവർണാവസരം കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, PSC നിലവിൽ ഫാർമസി പരീക്ഷകൾക്ക് വേണ്ടി ഒട്ടനവധി പോസ്റ്റുകൾ എന്ത് ചെയ്തിരിക്കുകയാണ്, നോട്ടിഫിക്കേഷനിലൂടെ വിളിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മറ്റൊരു സുവർണാവസരം കൂടിയാണിത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനലിസ്റ്റ് ഗ്രേഡ് 3 നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഡ്രഗ് കൺട്രോളർ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പരീക്ഷ നടത്തുന്നത്. സ്കെയിൽ ഓഫ് പേ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 55,200 രൂപ മുതൽ 1,15,300 രൂപ വരെയാണ് ഇതിന്റെ സ്കെയില്. ഗസറ്റ് ഡേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഏപ്രിൽ 1-ാം തീയതിയാണ്. പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ വരുന്ന മെയ് മാസം 2-ാം തീയതിയാണ്. ഓക്കെ അല്ലെ? അപ്പൊ ആരും മറന്നു പോകരുത്. ഈ പോസ്റ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. എസ്പെഷ്യലി ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ഫാർമസിയുടെ വിവിധ പോസ്റ്റുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് വളരെ വലിയൊരു സുവർണാവസരമാണ്. ഇനി പലർക്കും അറിയാത്തൊരു വിഷയം എന്താണ് അനലിസ്റ്റ് ഗ്രേഡ് 3 എന്നുള്ളതാണ്. നമുക്ക് നോക്കിക്കളയാം എന്താണ് അനലിസ്റ്റ് ഗ്രേഡ് 3 എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഓൾറെഡി ഞാൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു. നിങ്ങൾക്കറിയാം, ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ച ഡിഗ്രി ഫാം ഡി അല്ലെങ്കിൽ ബി ഫാം. ഫാം ഡി അല്ലെങ്കിൽ ബി ഫാം. ഡി ഫാംകാർക്ക് പറ്റില്ല. ഓക്കെ അല്ലെ? ബി ഫാം അല്ലെങ്കിൽ ഫാം ഡി കാർക്കാണ് ഈ കോഴ്സ് എഴുതാൻ കഴിയുക. അല്ലെങ്കിൽ ഉയർന്ന യോഗ്യതയുള്ള ആർക്ക് വേണമെങ്കിലും അത് എഴുതാം. സോ ഈ പോസ്റ്റ് എന്താണ് എന്ന് നമുക്കൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. എന്തൊക്കെയാണ് ഈ ജോലിയിൽ നിങ്ങൾ ചെയ്യേണ്ടി വരിക? അനലിസ്റ്റ് ഗ്രേഡ് 3 എന്ന് പറയുന്ന പോസ്റ്റ് വളരെയധികം ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യേണ്ട ഒരു പോസ്റ്റാണ്. ഫാർമസി കോഴ്സ് കഴിഞ്ഞവർക്ക് ഡീൽ ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ്. എന്തൊക്കെയാണ് ജോലി? ടു അനലൈസ് ദ സാമ്പിൾ സെൻഡ് ബൈ ദ ഡ്രഗ് ഇൻസ്പെക്ടേഴ്സ്, കസ്റ്റം ഓഫീസേഴ്സ്, അതറൈസ്ഡ് പേഴ്സൺസ്. വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. നിങ്ങൾക്കറിയാം, ഡ്രഗ് ഇൻസ്പെക്ടർമാർ പിടികൂടുന്ന ഈ പറയുന്ന പോലെ കെമിക്കൽസ്, ഡ്രഗ്സ്, അതുപോലെ കസ്റ്റംസ് ഓഫീസേഴ്സ് പിടികൂടുന്ന കെമിക്കൽസ്, ഡ്രഗ്സ്, ഇവയൊക്കെ അനലൈസ് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് അനലിസ്റ്റ് ഗ്രേഡ് 3 ഉള്ളത്. ഒപ്പം തീർച്ചയായിട്ടും ഇത് അനലൈസ് ചെയ്ത് തിരികെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് റിപ്പോർട്ട് തിരികെ സബ്മിറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് പ്രിപ്പയർ റിപ്പോർട്ട് ഓഫ് അനാലിസിസ് ആൻഡ് സെൻഡ് ടു ഡ്രഗ് ഇൻസ്പെക്ടർ. അതുപോലെ തന്നെ ഗവൺമെന്റ് ഇത്തരത്തിൽ ഡീൽ ചെയ്യുന്ന സകല റിപ്പോർട്ട്സും നിങ്ങളാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ആ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന റിസൾട്ട് എന്താണോ അത് കൃത്യമായിട്ട് ഗവൺമെന്റ് അറിയിക്കുക. സ്റ്റാർട്ടിംഗ് സാലറി ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. എത്രയാണ്? 75,000 അല്ലേ? നമുക്ക് നോക്കാം. പ്രതീക്ഷിത ഒഴിവുകൾ മാത്രമെന്നാണ് PSC നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും കഴിഞ്ഞ തവണ 26 പേരെയാണ് ഈ പോസ്റ്റിൽ നിയമിച്ചത്. ഈ 26 പേരുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അനാലിസിസിന് വേണ്ടി, ഡ്രഗ് അനാലിസിസിന് വേണ്ടി പ്രധാനമായും സംസ്ഥാന സർക്കാർ 4 ഇടങ്ങളിലാണ് ലാബുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ 26 ഒഴിവുകൾ കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷൻ പോയെങ്കിൽ ഇനിയും 4ഓളം ലാബുകൾക്ക് ഗവൺമെന്റ് ട്രൈ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഇരട്ടിയോളം ഒഴിവുകൾ ഒരുപക്ഷെ വന്നേക്കാം. തീർച്ചയായിട്ടും ഇതൊരു വലിയ സുവർണാവസരമായി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക. അനലിസ്റ്റ് ഗ്രേഡ് 3 പോസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി എഡ്യൂസ് അക്കാഡമി നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്തു തരാൻ പോകുന്നത്? നമ്പർ 1, ബോത്ത് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ. ഏത് സമയവും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആകുക. ഒപ്പം ടോപ്പിക് വൈസ് ഡീറ്റെയിൽ തിയറി ക്ലാസ്സുകൾ ഉണ്ടാവും. ക്ലാസ്സസ് വിത്ത് ഡിജിറ്റൽ കണ്ടന്റ്, എല്ലാം ഡിജിറ്റൽ കണ്ടന്റിലൂടെയുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത്. ഒപ്പം തന്നെ റെഗുലർ ഫോളോ അപ്പ് ഉണ്ടാവും. പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് തരുന്നത് വെറുതെ ആയിരിക്കില്ല. അതിനോടൊപ്പം തന്നെ റെഗുലർ ആയിട്ട് നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവും.
അത് ഓരോ ക്ലാസ്സിന് ശേഷവും കൃത്യമായ ഫോളോ അപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എക്സ്പേർട്ട് ഫാക്കൽറ്റീസിന്റെ ഒരു ഗംഭീര നിരയാണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഒപ്പം തന്നെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് കൂടി ഉണ്ടാവും. നിങ്ങൾക്കറിയാമല്ലോ, എന്ത് പഠിച്ചിട്ടും കാര്യമില്ല, അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുമ്പോഴാണ് അത് വൻ വിജയമായി മാറുന്നത്. സോ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ വർക്കൗട്ടും നിങ്ങൾക്ക് ഈ സെഷനുകളിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഇനി ഏറ്റവും പ്രധാനമായിട്ട് അനലിസ്റ്റ് ഗ്രേഡ് 3 എന്ന് പറയുന്ന പോസ്റ്റിന് എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടി വരുന്ന ടോപ്പിക്കുകൾ എന്ന് നമുക്ക് നോക്കാം. മൊഡ്യൂൾ 1 ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി 1 ഇൻഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള പോർഷൻ ആണത്. ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് 1 ആണ് മൊഡ്യൂൾ നമ്പർ 2. അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി നമ്പർ 2 ആണ് മൊഡ്യൂൾ 3. സോ കെമിസ്ട്രി ഓഫ് നാച്ചുറൽ പ്രോഡക്ട്സ് എന്നാണ് അതിന്റെ ഡെഫിനിഷൻ. മൊഡ്യൂൾ 4 ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ് ആണ്. മൊഡ്യൂൾ 5 ഫാർമകോഗ്നസി. മൊഡ്യൂൾ നമ്പർ 6 എന്ന് പറയുന്ന ഫാർമക്കോളജി 1 ആൻഡ് ബയോ ഫാർമസ്യൂട്ടിക്സ് ആണ്. മൊഡ്യൂൾ നമ്പർ 7 എന്ന് പറയുന്ന ഫാർമക്കോളജി 2 ആൻഡ് ക്ലിനിക്കൽ ഫാർമസി. മൊഡ്യൂൾ നമ്പർ 8 എന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി 3 മെഡിസിനൽ കെമിസ്ട്രി ആണത്. മൊഡ്യൂൾ നമ്പർ 9 ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് 2 മോഡേൺ മെത്തേഡ്സ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്. ആൻഡ് മൊഡ്യൂൾ നമ്പർ 10 ഫാർമസ്യൂട്ടിക്സ് ആൻഡ് മൈക്രോബയോളജി. അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സ് ഏത് എക്സാമിന്? അനലിസ്റ്റ് ഗ്രേഡ് 3. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2, ഐ റിപ്പീറ്റ്, ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ സംബന്ധിച്ച് കുറച്ച് സമയം കൂടി പ്രിപ്പയർ ചെയ്താൽ, കുറച്ച് ലെവൽ കൂടി ഉയർത്തി പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ് അനലിസ്റ്റ് 3 എന്ന് പറയുന്ന പോസ്റ്റ്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ഓൾറെഡി അനലിസ്റ്റ് 3യുടെ സിലബസിന്റെ ഒരു സിംഹഭാഗം നിങ്ങൾ ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് 2 പോസ്റ്റിന് വേണ്ടി തീർച്ചയായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠിപ്പിച്ചിട്ടുണ്ടാവും. അത് സംശയപൂർവ്വം ഈ പറയുന്ന പോലെ സംശയം ഏതുമില്ലാതെ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ഈ പറയുന്ന പോലെ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് 50% അനലിസ്റ്റ് ഗ്രേഡ് 3 പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങളെ അത് സഹായിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും. ഓക്കെ അല്ലേ? ഇപ്പൊ നിങ്ങൾക്കറിയാം, എഡ്യൂസ് അക്കാഡമിയിൽ ഓൾമോസ്റ്റ് 7 ബാച്ചുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ വിജയകരമായി ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എക്സാമിന് വേണ്ടിയിട്ട്. സോ ഈ പോസ്റ്റുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് തന്നെയാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ചെറിയൊരു തുക കൂടി അടച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ അനലിസ്റ്റ് ഗ്രേഡ് 3 പോസ്റ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയും. പുതിയ കൂട്ടുകാർ, ഇതുവരെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ എടുത്തു പറയുന്നു, നിങ്ങളെ ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള കോഴ്സിന് കാത്തിരിക്കുന്നത് മന്ത്ലി ടാർഗറ്റ് പ്രാക്ടീസ് ബുക്ക്. 5 ബുക്കുകൾ അടങ്ങുന്ന ഒരു സെറ്റാണ് ഈ മന്ത്ലി ടാർഗറ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ബുക്ക് എന്ന് പറയുന്നത്. അത് സൗജന്യമായിട്ട് ഈ കോഴ്സിലേക്ക്, അതായത് അനലിസ്റ്റ് ഗ്രേഡ് 3 കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതായിരിക്കും. സോ വളരെ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. ഒപ്പം തന്നെ ഒരു റാങ്ക് ബൂസ്റ്റർ പാക്ക്. നിങ്ങൾക്കറിയാം, എന്ത് പഠിച്ചിട്ടും കാര്യമില്ല, ഏറ്റവും പ്രധാനമായിട്ടുള്ള പോയിന്റുകൾ അവസാന നിമിഷം എങ്ങനെ ഓർത്തിരിക്കാം എന്നുകൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു റാങ്ക് ബൂസ്റ്റർ പാക്കാണ്. 3000 രൂപ വെറുത്തുള്ള റാങ്ക് ബൂസ്റ്റർ പാക്ക് ആണ് നിങ്ങൾക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്ന, സൗജന്യമായി ലഭിക്കുന്ന മറ്റൊരു ഗുണം എന്ന് പറയുന്നത്. അതുപോലെ റാങ്ക് ബൂസ്റ്റർ പാക്കിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കൂടി നിങ്ങൾ തിരിച്ചറിയുക. ബണ്ടിൽസ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ബണ്ടിൽസ് ഓഫ് എക്സാം സീരീസ്, ബണ്ടിൽസ് ഓഫ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, Q&A ഡിസ്കഷൻ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻ. നിങ്ങൾക്കറിയാം, എഡ്യൂസ് അക്കാഡമിയുടെ ഈ പറയുന്ന പോലെ തന്നെ പുതിയ ബാച്ച് എത്രയും പെട്ടെന്ന് ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പുതിയ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്മിഷന് വേണ്ടി കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ലൈഡ്സിൽ കാണാവുന്നതാണ്. സോ അനലിസ്റ്റ് ഗ്രേഡ് 3 പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സുഹൃത്തുക്കളോട് ഞാൻ എടുത്തു പറയുന്നു, ഒട്ടും മടിക്കാതെ എത്രയും പെട്ടെന്ന്, ഞാൻ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ ഒരു പരസ്യം മാത്രമായിട്ട് പറയുകയല്ല, പലർക്കും ഈ പോസ്റ്റിനെ കുറിച്ച് അറിയില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്ത് രീതിയിലായിരുന്നാലും ആദ്യം നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക, തുടർന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്ലാറ്റ്ഫോമിലേക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് വരാവുന്നതാണ്. അനലിസ്റ്റ് ഗ്രേഡ് 3 എക്സാമിന് വേണ്ടി ലഭിക്കാവുന്ന ഏറ്റവും മികച്ച കണ്ടന്റുകൾ, ഫാക്കൽറ്റീസ്, അതുപോലെ തന്നെ മെത്തേഡുകൾ എല്ലാം എഡ്യൂസ് അക്കാഡമി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ ഏറ്റവും പ്രധാനമായിട്ട് മറ്റൊരു സവിശേഷത കൂടി പറയുകയാണ്, ഓൾറെഡി ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡ്രഗ് അനാലിസിസ് ഗ്രേഡ് 3 എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 പരീക്ഷയുടെ മിഷൻ 90 ഡേയ്സ് എന്ന് പറയുന്ന ഒരു 90 ഡേയ്സ് ക്രാഷ് കോഴ്സ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൂടി നിങ്ങൾക്ക് സൗജന്യമായിട്ട് അവൈലബിൾ ആക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു ഡബിൾ ധമാക്ക, ഡ്രഗ് അനാലിസിസ് ഗ്രേഡ് 3 എക്സാമിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2ന്റെ മിഷൻ 90 ഡേയ്സ് എന്ന് പറയുന്ന ക്രാഷ് കോഴ്സ് കൂടി സൗജന്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഒരു കോംബോ കോഴ്സ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മുടെ കോഴ്സ് ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ള ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 കോഴ്സ് ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക്
ഒരു ചെറിയ തുക കൂടി അടച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഡ്രഗ് അനാലിസിസ് ഗ്രേഡ് ത്രൂ എക്സാമിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. സോ ഏറ്റവും പുതിയ ബാച്ചിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. ആദ്യ റാങ്കുകൾ നമുക്ക് ഉറപ്പിക്കാം. ഞാനും എന്റെ അധ്യാപകരും ഈ പ്ലാറ്റ്ഫോം നിങ്ങളെ അടുത്ത റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാൻ റെഡിയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എഡ്യൂസ് അക്കാഡമിയുടെ ഡ്രഗ് അനാലിസിസ് ഗ്രേഡ് 3 എന്ന എക്സാമിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. Goodbye.